കപ്പലിൽ ജോലി ചെയ്യാനും വേണ്ടി സ്വിമ്മിങ് അറിയണമെന്ന് ചോദിച്ചു, നീന്താൻ അറിയണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കൂട്ടുകാർ. അപ്പൊ കപ്പലിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിമ്മിങ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ജോലി ചെയ്യാം. പക്ഷെ സ്വിമ്മിങ് അറിയണമെന്ന് ചോദിച്ചവരോട് നമ്മളിപ്പോ ഏകദേശം 12 നോട്ട് സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 12 നോട്ട് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആളിതിൽ നടന്നു പോകുന്ന സമയത്ത് വെള്ളത്തിലേക്ക് വീണു എന്നിരിക്കട്ടെ. നീന്താൻ അറിയുന്നവനാണെങ്കിൽ, അതായത് അവൻ വീണത് നമ്മൾ കണ്ടു എന്നിരിക്കട്ടെ, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ കഥയാണ്, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. വീണത് കണ്ടു എന്നിരിക്കട്ടെ, വീണത് കണ്ടാൽ നേരെ പോയി ബ്രിഡ്ജിൽ റിപ്പോർട്ട് ചെയ്യും. ക്യാപ്റ്റൻ റിപ്പോർട്ട് ചെയ്യും ഒരാൾ വെള്ളത്തിൽ വീണിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം വെച്ചാൽ ഇറ്റ് മീൻസ് മാൻ ഓവർ ബോർഡ് എന്നാണ് പറയാം. വെള്ളത്തിൽ വീണ് വന്നതിന് ഷിപ്പിംഗ് ഫീൽഡിൽ പറയുന്നത് മാൻ ഓവർ ബോർഡ്. അപ്പോൾ വെള്ളത്തിൽ വീണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ലൈഫ് ബോയ് എടുത്തിട്ട് നമ്മൾ ആ വീണ ആളടുത്തേക്ക് എറിഞ്ഞു കൊടുക്കും. ഈ വീണ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ആൾ ഇവിടെ കിടക്കും, ചിലപ്പോൾ ഒരു 5 മീറ്റർ വരെ 10 മീറ്റർ ദൂരത്തിലാവും ലൈഫ് ബോയ് ചെന്ന് വീഴുക. ആ സമയത്ത് ലൈഫ് ബോയ് ചെന്ന് വീഴുന്ന സമയത്ത് ഇവന് നീന്തി പോയിട്ട് വേണം ആ ലൈഫ് ബോയ് എടുക്കാൻ. കാരണം നമുക്ക് കപ്പൽ ഒറ്റയടിക്ക് ബ്രേക്ക് ചവിട്ടി നിർത്താൻ പറ്റില്ല. കപ്പലിന് ബ്രേക്കിന്റെ സിസ്റ്റം ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാവുന്നതാണ് കപ്പലിന്റെ ബ്രേക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ലൈഫ് ബോയ് എറിഞ്ഞു കൊടുത്ത അയാളത് പിടിച്ച് നമ്മൾ ഷിപ്പ് റിപ്പോർട്ട് ചെയ്ത് ഷിപ്പ് നേരെ സ്ലോ ഡൗൺ ചെയ്ത് തിരിച്ചു വന്നിട്ട് ആളെടുത്ത് പോകണം. ഏകദേശം ഒരു അരമണിക്കൂർ സമയം പിടിക്കും. ഈ സമയത്ത് നീന്താൻ അറിയാത്തവനാണ് വെള്ളത്തിൽ വീഴുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഒന്നാമത്തവൻ പാനിക്കായിട്ട് വെള്ളത്തിന് അടിയിലോട്ട് പോകും. രണ്ടാമത്തെ പറഞ്ഞാൽ ലൈഫ് ബോയ് എറിഞ്ഞു കൊടുത്തിട്ടും അവന് കാര്യമില്ല. കാരണം കറക്റ്റ് അവിടെ ചെന്ന് വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് പിടിക്കാൻ കഴിയില്ല. പിന്നെ നേരെ വെള്ളത്തിലടിയൊക്കെ പോകും, പിന്നെ മേലോട്ട് പോകും. അപ്പോൾ കപ്പലിൽ ജോലി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഈ കപ്പലിൽ ജോലി എടുക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആദ്യം ഒന്ന് സ്വിമ്മിങ് ഒക്കെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് കപ്പലിൽ ജോലി ചെയ്യുകയാണെങ്കിലും ഭാവിക്കണമെന്നുണ്ടെങ്കിലും സ്വിമ്മിങ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കുറെ ഇതാണ് കടലിൽ ഇന്നത്തെ നമ്മളെ വിശേഷം. ഇറ്റ്സ് മീ റാഷിഖ് ദ സെയിലർ. ബൈ ബൈ.